ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അഞ്ചല സഞ്ജു. അപ്പോൾ ഇന്ന് നമ്മൾ ഷോപ്പിംഗ് ബ്ലോഗ് പാർട്ട് 2 ആണ് കേട്ടോ. നമ്മൾ നാട്ടിലേക്ക് പോലെ കുറച്ച് പർച്ചേസിങ് കാര്യങ്ങളിൽ തിരക്കിലാണ്. അപ്പോൾ നമുക്ക് നാട്ടിലേക്ക് പോകാനുള്ള ഡേറ്റ് ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോകണം, കുറച്ച് കാര്യങ്ങൾ വാങ്ങാണ്ട് നമുക്ക് നമ്മളെ റൂമിൻ്റെ അടുത്ത ഷോപ്പിൽ തന്നെയാണ് നമ്മൾ പോണത്. അപ്പോൾ നമുക്ക് പോണ വഴിക്ക് വേസ്റ്റ് കളയാണ്ടായിരുന്നു. അപ്പോൾ അത് കളഞ്ഞങ്ങാണ്ട് നമ്മൾ കാറിൽ കയറാൻ പോകാൻ കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ കാറിലൊക്കെ കയറി അപ്പോൾ നമ്മളിങ്ങനെ പോകാൻ കേട്ടോ. നമ്മൾ റൂമിൻ്റെ ഒന്ന് കുറച്ച് പോയാൽ മതി കേട്ടോ. നമുക്ക് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളാണ് എടുക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ഷോപ്പിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഷോപ്പ് ഒരു ഫാമിലി പറഞ്ഞിട്ടൊരു ഷോപ്പാണ്. ഇതിലെല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ നമുക്ക് വാങ്ങേണ്ട ഇത് പറഞ്ഞാൽ ഡ്രസ്സാണ്. അപ്പോൾ ഡ്രസ്സിൻ്റെ സെക്ഷനിലേക്കാണ് നമ്മൾ ഫസ്റ്റ് തന്നെ പോയത്. ഡ്രസ്സുകൾ കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ആണുങ്ങളതായാലും പെണ്ണുങ്ങളതായാലും ഒക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നേരെ കയറിയത് അബായ സെക്ഷൻ കണ്ട. അബായകൾ കുറേ ഉണ്ട് കേട്ടോ, എല്ലാ സൈസുകളും ഉണ്ട്. അപ്പോൾ നമുക്ക് ഏതെടുക്കേണ്ടതെന്ന് അറിയില്ല, പല മോഡലുകളൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഒരു അബായൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഇതേപോലെ തന്നെ ഇപ്പോഴത്തെ ട്രെൻഡിങ് കോട്ട് പോലുള്ള അബായല്ലേ, അതും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതേപോലെ വെഡ്ഡിങ് ഗൗണുകളൊക്കെ ഉണ്ടല്ലോ, ക്രിസ്ത്യൻ ഗൗണുകൾ, അങ്ങനത്തെ കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതൊക്കെ നമുക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ ഇത് കണ്ടിട്ടോ, കുറേ നട്ട്സുകൾ. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഫ്രഞ്ച് ഫ്രൈസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ പോയത് നെസ്റ്റോക്കാണ് കേട്ടോ. നെസ്റ്റോന്ന് നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ടായിരുന്നു. അപ്പം നമ്മൾ നേരെ നെസ്റ്റോൻ്റെ ഉള്ളിൽ കയറി കേട്ടോ. പിന്നെ നമ്മൾ ട്രോളി എടുത്തു. നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ നട്ട്സും കാര്യങ്ങളൊക്കെയാണ് അധികം എടുത്തിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് മുട്ടായി എടുത്തു. പിന്നെ നമ്മൾ അവിടുന്ന് ബില്ലാക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ബില്ലാക്കി പേയ്മെൻറ്റൊക്കെ ചെയ്ത് നമ്മൾ നേരെ നമ്മളെ റൂമിൽ തന്നെ തിരിച്ചു വന്നു കേട്ടോ. വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് അവൻ ഇത്ര കവർ പിടിച്ച് പോകുന്നത് കേട്ടോ. എൻ്റെ കവറും കൂടി അവനെ പിടിക്കണത്. അപ്പോൾ നമ്മൾ ഫ്ലാറ്റിൻ്റെ മുന്നിലേക്ക് എത്തി. നമ്മൾ ഫ്ലാറ്റിൽ കയറാൻ പോവുകയാണ്. നമ്മൾ റൂമിലേക്ക് എത്തിയിട്ട് വീണ്ടും നമ്മളൊന്നും കൂടി പുറത്തേക്ക് പോയിട്ടുണ്ട് കേട്ടോ. നമുക്ക് രണ്ടാക്കും പാക്കിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കായതുകൊണ്ട് നമ്മളൊന്ന് ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായില്ല നൈറ്റിക്ക്. അപ്പോൾ നമ്മൾ പുറത്ത് പോയിട്ട് ഫുഡൊക്കെ എത്തിയിട്ട് നമ്മൾ പിന്നെയും നമ്മൾ മേടിച്ച സാധനങ്ങളൊക്കെ റൂമിൽ വെച്ചിട്ട് നമ്മൾ വീണ്ടും പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ടൈം നല്ല ലേറ്റായിരുന്നു, ഒരു 1:30 ആ ഒരു ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ എളുപ്പം കിട്ടുന്നത് ഏതാ വെച്ചാൽ അങ്ങോട്ട് പോയെത്തിയിട്ട് നമ്മൾ നേരെ പോയത് അൽബൈക്ക് കണ്ടു. അൽബൈക്ക് ചെന്നപ്പോൾ അൽബൈക്കിൽ പെരും തിരക്കിട്ടോ, ക്യൂ ഒക്കെയാണ്. എന്താണെന്നറിയില്ല, ഈ ഒരു അൽബൈക്കിൽ നമ്മൾ റൂമിൻ്റെ അടുത്തുള്ള അൽബൈക്ക് കണ്ടത്. ഇതിൽ ഭയങ്കര തിരക്ക്, ക്യൂ ആണ്. അപ്പോൾ പോയി ക്യൂ നിൽക്കുകയാണ് കേട്ടോ. ഒരു നീണ്ട ക്യൂ ആണ്. അത്യാവശ്യം ഒരു അരമണിക്കൂറോളം എടുത്തിട്ട് നമുക്ക് കിട്ടാനായിട്ട്. ഞാൻ അൽബൈക്കത്തെ നെഗറ്റ്സാണ് കേട്ടോ ഓർഡർ ചെയ്തത്. അപ്പോൾ ഒരു നീണ്ട കാത്തിരിപ്പിന് ശേഷം നമുക്ക് നമ്മളെ നെഗറ്റ്സ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അൽബൈക്കത്തെ നെഗറ്റ്സ് അടിപൊളിയാണ്. ഓരോ ഫ്രൈഡ് ചിക്കൻ എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായില്ല, പക്ഷേ നെഗറ്റ്സ് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അത് തന്നെയാണ് ഓർഡർ ചെയ്തത്. ഇവർക്ക് പ്രോൺസിൻ്റെ നെഗറ്റ്സും വരുന്നുണ്ട്, ചിക്കനിലും വരുന്നുണ്ട്, അതേപോലെ ഫിഷിലും നെഗറ്റ്സ് വരുന്നുണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് ഫിഷ് ഞാൻ കഴിച്ച് നോക്കിയിട്ടുണ്ട്. എനിക്ക് ചിക്കനിലെ നെഗറ്റ്സാണ് ഒന്നുകൂടി ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഞാൻ കാറിൽ അവിടെ ഇരുന്ന് കഴിക്കാൻ നിന്നിട്ടുണ്ടായില്ല കേട്ടോ. നല്ല തിരക്കായിരുന്നു, നമുക്ക് അതിൽ ടൈമൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഞാൻ കാറിൽ തന്നെ ഇരുന്ന് കഴിക്കാം കേട്ടോ. പിന്നെ നമ്മൾ നേരെ പോയത് ട്രാവൽസിക്കാണ് കേട്ടോ. നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു നാട്ടിലേക്ക്. അപ്പോൾ അതിൻ്റെ കോപ്പിയും കാര്യങ്ങളും അവിടെ എന്തൊക്കെ പേയ്മെൻറ്റൊക്കെ കൊടുക്കാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങാണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കാറിലിരുന്നു, പോയിട്ട് അതൊക്കെ വാങ്ങാണ്. പിന്നെ എന്തൊക്കെ ഫോട്ടോസ്റ്റാറ്റും കാര്യങ്ങളൊക്കെ എടുക്കാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്ത് ഇങ്ങനെ വന്നു. നമ്മൾ നേരെ തിരിച്ച് നമ്മൾ റൂമിൽ തന്നെ പോവാണ്. അപ്പോൾ ഞാൻ അങ്ങനെ അവനോട് പറയുന്നത് നമ്മൾ അവസാനത്തെ വീഡിയോ ആണ്, ഞാൻ പോവുകയാണെന്നില്ല എന്തൊക്കെ ഇങ്ങനെ പറയട്ടെ. പോകാൻ എന്തൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം സങ്കടമുണ്ട്, നാട്ടിലേക്ക് പോണീൻ്റെ സങ്കടമുണ്ട് വെച്ചാൽ സങ്കടമുണ്ട്. പോവാതിരിക്കാനും പറ്റില്ല, നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല, ഹജ്ജിൻ്റെ സമയമുണ്ട്, അതുകൊണ്ടാണ്. പിന്നെ ഞാനൊരു സ്വീറ്റ് കോൺ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, വേറൊരു ഫ്ലേവർ സ്വീറ്റ് കോൺ, നമ്മൾ നാട്ടിലത്തെ പോലെയല്ല. അപ്പോൾ അതൊക്കെ കഴിച്ച് നമ്മൾ നേരെ നമ്മളെ റൂമിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മളെ വീഡിയോ. ബൈ ബൈ ഗായ്സ്.